സോ ഹേ ഗൈസ്, ഇറ്റ്സ് മീ ശിവ. യു ആർ വാച്ചിങ് ടീം ഓട്ടോമോട്ടീവ്സ് യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് നിങ്ങൾ തമ്മിലെല്ലാം ഉണ്ട് പോലെ KTMൻ്റെ ഫ്രണ്ട് ഡിസ്ക് നമ്മുടെ സ്പ്ലെൻഡറിൽ എങ്ങനെ ചെയ്യുക എന്നുള്ളതാണ്. ആക്ച്വലി ഇതെന്ന് പറഞ്ഞാൽ ഡ്യുവൽ ഡിസ്ക് തന്നെയാണ്. പക്ഷേ ഡ്യുവൽ ഡിസ്കിൽ എന്താണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓണർ പറഞ്ഞു ഇപ്പോൾ തൽക്കാലം സിംഗിൾ ഡിസ്ക് വർക്കിംഗ് മതി, മറ്റേ സൈഡ് നമുക്ക് പിന്നീട് വർക്ക് ചെയ്യാന്നുള്ള മോഡലാണ് സെറ്റ് ചെയ്യുന്നത് ഇപ്പം. അപ്പോൾ നമ്മൾ രണ്ട് സൈഡിലും ആക്ച്വലി അഡാപ്റ്റർ അടിക്കുന്നുണ്ട്. അഡാപ്റ്റർ അടിച്ച് സംഭവം പക്കയായിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു സൈഡേ നമ്മൾ കാലിപ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്, മറ്റേ സൈഡ് അമ്മയുടെ അവിടെ ഇരിക്കത്തേ ഉള്ളൂ. അപ്പം അതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ വണ്ടി പറയുകയാണെങ്കിൽ വണ്ടി വന്നിട്ട് സ്പ്ലെൻഡർ പ്ലസ് ആണ്. ആൻഡ് നമ്മൾ ഫ്രണ്ട് ടീ സ്റ്റമ്പ് ഗ്രൈൻഡ് ചെയ്ത് പൾസറിൻ്റെ അലോയ് മോഡൽ സ്റ്റമ്പാണ് കയറ്റുന്നത്. അപ്പോൾ ടീ സ്റ്റമ്പ് ഗ്രൈൻഡ് വേണ്ടി ചെയ്ത് നമ്മൾ നേരെ കൊണ്ട് കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ മാറി കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി പരിപാടി എന്ന് പറഞ്ഞാൽ നേരെ നമ്മുടെ സ്റ്റമ്പ് കയറ്റുക എന്നുള്ളതേ ഉള്ളൂ, വേറെ പരിപാടീസോ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീട്ടിലോട്ട് പോവാം. നേരത്തെ നമ്മൾ 2.5 ഇഞ്ചിൻ്റെ ഹൈറ്റിനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ ഈ ഒരു റബ്ബർ ബീഡിങ് നമ്മുടെ സ്റ്റോക്ക് സ്റ്റമ്പിൽ നിന്ന് അയച്ചിടാൻ മറക്കരുത്. ആൻഡ് ഇച്ചിരി എന്നാ പറയണ്ടേ, നമ്മുടെ അനാബോണ്ട് ഇട്ട് നമ്മൾ നേരെ സ്റ്റമ്പിലോട്ട് സെറ്റ് ചെയ്ത് സ്റ്റമ്പ് നേരെ വണ്ടിയിലോട്ട് കയറ്റാം. അപ്പോൾ സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ സ്റ്റമ്പ് കയറ്റിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞാൽ ടീ സ്റ്റമ്പ് ഗ്രൈൻഡ് ചെയ്തുകൊണ്ട് ഈസി ആയിട്ട് കയറിയായിരുന്നു. അപ്പോൾ കണ്ടല്ലോ, സീറ്റിംഗ് ഉണ്ടല്ലോ, ഗ്യാപ്പ് കാര്യങ്ങളൊന്നുമില്ല, പക്കയാണ്. അപ്പം നമ്മുടെ മേളിൽ മറ്റേ ബുള്ളറ്റിൻ്റെ അല്ലെങ്കിൽ ആണ് ഇടുന്നത്, നമ്മളെപ്പോഴും പറയുന്ന പോലെ. അപ്പം ഹൈറ്റിനെറ്റ് അവൈലബിൾ ആണോ ഒത്തിരി പേര് ചോദിച്ചായിരുന്നു. അവൈലബിൾ ആണ്, ഇനിയും സ്റ്റോക്ക് ഇരിപ്പുണ്ട്. അപ്പം വേണ്ടത് ജസ്റ്റ് തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലെ നമ്പറും കാര്യങ്ങളുണ്ട്, ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പം നമുക്ക് ഇനി അപ്പുറത്തെ സ്റ്റമ്പോടെ കയറ്റിയിട്ട് മുറുക്കിയിട്ട് വീല് സെറ്റ് ചെയ്യാം. ഗൈസ്, വീലിൻ്റെ കേസിലോട്ട് പോകുമ്പോഴത്തേക്കും നമ്മൾ യൂസ് ചെയ്തേക്കുന്ന പൾസർ 150 ഹബ്ബും പൾസർ 150 സ്പോക്സും 18 ഇഞ്ച് റിമൂവാണ്. ഈ ഹബ്ബ് നമ്മളുടെ ബ്രാൻഡ് ന്യൂ പീസ് അവൈലബിൾ ആണ്. വേണ്ടവർ ജസ്റ്റ് തന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ അടുത്ത് നമുക്ക് അഡാപ്റ്ററിൻ്റെ കേസിലോട്ട് നോക്കാം. ഗൈസ്, അഡാപ്റ്ററിൻ്റെ കേസിലോട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ യൂസ് ചെയ്തേക്കുന്ന BS6 KTMൻ്റെ പ്ലേറ്റിൻ്റെ അഡാപ്റ്റർ. അത് നമ്മുടെ പൾസർ 150 മാച്ച് ചെയ്യുന്ന പോലെയാണ് സെറ്റ് ചെയ്തെടുത്തേക്കുന്നത്. അഡാപ്റ്ററിൽ പക്കയായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് വന്നിട്ട് 10ൻ്റെ LNG സിറ്റാണ് നമ്മുടെ ഹബ്ബിലോട്ട് അഡാപ്റ്റർ ഉറപ്പിക്കുന്നത്. ഇത് ഉറപ്പിക്കുന്ന രീതിയിലും കാര്യമുണ്ട്. ഈവനായിട്ട് ടൈറ്റ് ചെയ്യണം എല്ലാ സൈഡും, അല്ലെങ്കിൽ ചെറിയ അലൈൻമെൻറ്റ് വ്യത്യാസം കാണിക്കും. അപ്പോൾ അത് മൊത്തം വലിച്ച് പക്കയായിട്ട് മുറുക്കിയ ശേഷമേ ഉള്ളൂ നമ്മൾ അടുത്ത സൈഡിലോട്ട് പോകുന്നതെന്നുള്ളത്. പിന്നെ നമ്മുടെ ലെഫ്റ്റ് സൈഡിലെ ഹബ്ബിൻ്റെ കേസിലോട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ ഹബ്ബിൽ ചെറിയൊരു ഓൾട്രേഷൻ നടത്തുന്നുണ്ട്, ഒരു സ്റ്റെപ്പ് സീറ്റിംഗ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിനകത്താണ് നമ്മുടെ സെക്കൻഡറി അഡാപ്റ്റർ സെറ്റ് ആകാൻ പോകുന്നത്. അതുപോലാണ്ട് ഹബ്ബിൽ ഹോൾ ചെയ്ത് അവിടെ 10ൻ്റെ ബ്രംബോയുടെ കോപ്പി മാസ്റ്റർ ഡ്രസ്സാണ്. ഇത് ഒറിജിനലല്ല, കാണാൻ ഒറിജിനൽ പോലെയും കോപ്പി മാസ്റ്റർ ഡ്രസ്സാണ്. അത് മാത്രമല്ല അതിൻ്റെ ചെറിയ ക്യാൻ മാറ്റി നമ്മൾ വലിയ ക്യാനാണ് യൂസ് ചെയ്തത്. നമ്മുടെ മോട്ടോർഷിൽ അവൈലബിൾ ആണ്. വേണ്ടവർ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് നേരെ വണ്ടിയിലോട്ട് കയറ്റിയിട്ടുണ്ട്. കണ്ടല്ലോ സംഭവം. ഇതാണ് അതിൻ്റെ ഒരു ഓവറോൾ ലുക്ക് എന്ന് പറയുന്നത്. നമ്മുടെ വീല് കയറി നമ്മുടെ കാലിപ്പേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഹോള് കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഹോൾ ചെയ്ത് ത്രെഡ് ചെയ്യണം. അപ്പോൾ മുഴുവൻ സെറ്റ് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് ഓവറോൾ ലുക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ വണ്ടിയുടെ ഓവർ ലുക്ക് എന്ന് പറഞ്ഞാൽ ഇതാണ്. വണ്ടി ഉണ്ടല്ലോ, നമ്മൾ പക്കയായിട്ട് KTMൻ്റെ ഡിസ്ക് ഫുൾ സെറ്റ് നമ്മുടെ സ്പ്ലെൻഡർ ചെയ്ത് കഴിഞ്ഞു. ഒരു സൈഡ് ഡമ്മിയും മറ്റേ സൈഡ് വർക്കിംഗ് ഡിസ്കുമാണ്. ബട്ട് റൈറ്റ് സൈഡ് ചുമ്മാ ഡമ്മിയല്ല, അത് വർക്കിംഗ് ഡിസ്കിൻ്റെ തന്നെ ഒരു ചെറിയൊരു ഭാഗമെന്ന് വേണം പറയാം. സംഭവം നമ്മൾ ആദ്യം മുതൽ പറയുവാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്തേക്കുന്ന KTMൻ്റെ BS6 പ്ലേറ്റാണ്. അഡാപ്റ്റർ അടിച്ച് പൾസർ 150 ഷൂട്ട് ചെയ്തേക്കാണ്. മാസ്റ്റർ യൂസ് ചെയ്തേക്കുന്നത് ബ്രംബോടെയാണ് യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ കാലിപ്പർ യൂസ് ചെയ്തേക്കുന്നത് വന്നിട്ട് RTRൻ്റെ കാലിപ്പർ ഹോൾ മാറ്റിയിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ലെഫ്റ്റ് സൈഡിലെ പ്ലേറ്റും ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ KTMൻ്റെ പ്ലേറ്റാണ് യൂസ് ചെയ്തേക്കുന്നത്. സ്പീഡോമീറ്റർ വർക്ക് ചെയ്യും ഉറപ്പായിട്ട്. സ്പീഡോമീറ്റർ പിന്നിൻ ബോക്സ് യൂസ് ചെയ്യുന്നത് ഷൈൻ്റെയാണ്, കേബിളും ഷൈൻ്റെ തന്നെയാണ്. അപ്പം ഈ വണ്ടിയെ പറ്റിയിട്ടുള്ള അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ വെരി സ്പെഷ്യൽ ഫ്രം TVM ഓട്ടോമോട്ടീവ്സ്.